ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ഇത്തവണ കവി റഫീഖ് അഹമ്മദ് ഔദ്യോഗിക ക്ഷണിതാവായി എത്തും. 2500-ലധികം പ്രസാധകരാണ് മേളയിൽ പങ്കെടുക്കുക. അടുത്ത മാസം 6 മുതൽ 17 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് പുസ്തകമേള നടക്കുക. 112 രാജ്യങ്ങളിൽ നിന്നായി 2520 പുസ്തക പ്രസാധകർ, 400 പുസ്തകങ്ങളുടെ പ്രകാശനം. 12 ദിവസത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം വായനയ്ക്കും സാംസ്കാരിക ചർച്ചകൾക്കും വമ്പൻ വേദിയാണ് ഒരുക്കുക. ലോകത്തിലെ 3ാമത്തെ വലിയ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ 63 രാജ്യങ്ങളിൽ നിന്നായി 250 പേർ അതിഥികളായി പങ്കെടുക്കും. മേളയിൽ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന കവിയരങ്ങ് ഇത്തവണത്തെ സവിശേഷതയാണ്. 6 ഭാഷകളിൽ നടക്കുന്ന കവിയരങ്ങിൽ മലയാളത്തിൽ നിന്ന് റഫീഖ് അഹമ്മദ് പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും. ബോളിവുഡ് നടി ഹുമ ഖുറേഷിയാണ് മറ്റൊരു ഇന്ത്യൻ അതിഥി. 400 കൃതികൾ പുസ്തകമേളയിൽ പ്രകാശനം ചെയ്യും. ഇന്ത്യൻ പവലിയനുകളിലാകും ഏറ്റവുമധികം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുക. 1357 സാംസ്കാരിക പരിപാടികൾ മേളയിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഘർഷബാധിത സ്ഥലങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ എത്തിക്കാൻ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. There is a lot of support we are giving every country who are participating in the book fairs. Most of the Lebanese publishers are coming. Their books has arrived and their books will be displayed. Most of them have their visas ready. So every logistic has been done and been prepared. You're going to find the Lebanese are participating, even the Syrian, you saw the number. So everything has been taken care of all those countries. പുസ്തകമേളയുടെ മുന്നോടിയായി നടക്കുന്ന പ്രസാധക സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് 57 പ്രസാധകർ ഉണ്ടാകും. ഭക്ഷണപ്രേമികൾക്കായി ഷെഫ് കോർണറും ശില്പശാലകളും മേളയുടെ മറ്റൊരാകർഷണമാണ്. എല്ലാറ്റിനെയും തുടക്കം പുസ്തകത്തിൽ നിന്ന്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഈ സന്ദേശമാണ് ഇപ്പോൾ ഇത്തവണ മുന്നോട്ട് വയ്ക്കുന്നത്. 43ാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇത്തരത്തിൽ വായനക്കാരോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ഷാർജയിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.